നിങ്ങൾക്ക് ഗുലാബ് ചന്ദ് ഷായുടെ കക്ഷത്തിൽ നിന്ന് തലയൂരാൻ ഒരു ഉദ്ദേശവും ഇല്ലേ? അയാളുമായുള്ള കച്ചവടത്തിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടവും കടവുമല്ലാതെ ഇന്ന് വരെ എന്തെങ്കിലും നേടാനായിട്ടുണ്ടോ? ഇതുകൊണ്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇത് വെറും കുരുമുളകല്ല, പൊന്നാണ്, കറുത്ത പൊന്നെ. എന്ത് ചെയ്യാനാ ദീപക്? അയാൾക്ക് ഞാൻ കൊടുക്കാനുള്ള പലിശയും മുതലും ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കല്ലേ. കൂടുതൽ ലാഭം തരുന്ന ആരെങ്കിലുമായി കച്ചവടം ഒന്ന് മാറ്റി ചെയ്യാന്ന് വിചാരിച്ചാ ഞാൻ ഒപ്പിട്ട് കൊടുത്ത ബ്ലാങ്ക് പേപ്പറുകൾ ഇനിയും ധാരാളം ഇരിപ്പുണ്ട് അയാളുടെ കയ്യിൽ. വാങ്ങിച്ച പണം ഷാക്ക് തിരിച്ചു കൊടുക്കണം. അത്രയല്ലേ വേണ്ടൂ? എത്രയാ വേണ്ടത്? ഭായ് തരും. ഷാ പണം തിരികെ വാങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഭായിക്കാണ് നമ്മൾ ചരക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് എന്തായാലും അയാൾ അറിയും. അയാൾ രണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നും ഇന്നലെയും കച്ചവടം തുടങ്ങിയവനല്ല ഈ ഗുലാബ് ചന്ദ് ഷാ. കൊണ്ടും കൊടുത്തും കൊന്നും കൊല വിളിച്ചും ഒതുക്കേണ്ടവരെ ഒതുക്കിയും തന്നെയാ ഇവിടം വരെ എത്തിയത് ഞാൻ. അപ്പോഴാ എവിടെയോ കിടക്കുന്ന ഒരു സലീമിന്റെ എച്ചിലും തിന്ന് എനിക്കിട്ട് പണിയാൻ ഇറങ്ങിയിരിക്കുന്ന ചേറ്റ. ലോഡ് കണക്കിന് ഏലവും കുരുമുളകും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലേ? സത്യസന്ധമായി കച്ചവടം നടത്താൻ ഇറങ്ങി എന്നെ നിങ്ങൾ കള്ളക്കണക്ക് എഴുതി ചതിച്ചില്ലേ? എന്റെ കുടുംബം വരെ വിറ്റുപെറുക്കി തിന്നലടാ തെണ്ടി നീ. ഒന്നും വന്നേ. എന്താ? അവനെ കൊല്ലണ്ട, വിട്ടേക്കോ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം ജാതിയല്ലേ. ശരി, ഗുജറാത്തിലെ ഏതെങ്കിലും തെരുവിൽ പിച്ചയെടുത്ത് ഇവൻ കഴിഞ്ഞോട്ടെ. ഇന്ന് രാത്രി തന്നെ ഇവൻ ഇവിടെ നിന്നും കെട്ടുകെട്ടിച്ചേക്കണം. ശരി, പിന്നെ ഒരിക്കലും ഇവിടെ കണ്ടുപോരുത്. A to Z ജി. എടോ വക്കീലെ, താൻ പറഞ്ഞതാ ശരി. ഇന്നലെ വരെ എന്റേതായിരുന്ന ഈ തെരുവ് നാളെ അവന്റേതാകാൻ പാടില്ല. ആ സലീമിന്റെ കൊല്ലേണ്ടത് ഇവനെ അല്ല, അവനെയാ. Who was Ramu? Ramu was a cap seller. Cap seller. Who stole his caps? The monkey stole his caps. Stole his caps. Very good. How did he get back his caps? He threw the caps at the monkeys. The monkeys threw back the caps they had. He collected them. രവി, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? നിന്റെ ടെക്സ്റ്റ് ബുക്ക് എവിടെ? ഇതാണോ ഇംഗ്ലീഷ് ടെക്സ്റ്റ്? അല്ല, കണക്കാ. ഇംഗ്ലീഷിന്റെ പുസ്തകം എവിടെ? കൊണ്ടുവന്നില്ല. അധിക പ്രസംഗി. പാർവതി ടീച്ചറിന്റെ മോനാന്ന് കരുതി ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. മേലാൽ ഇത് ആവർത്തിക്കരുത്. പോയ പുസ്തകം എടുത്തോണ്ട് വാ. പറഞ്ഞത് കേട്ടില്ലേ? ടീച്ചർ തന്നെ പോയി എടുത്തോണ്ട് വാ. തൻകുഞ്ഞ് പൊൻകുഞ്ഞായിരിക്കും, പക്ഷെ ഇത്ര അനുസരണ കേട്ട ഒരു കുട്ടിയെ ഞാൻ എന്റെ കരിയർ കണ്ടിട്ടില്ല. എന്താ ടീച്ചർ? ആ ഓവർസിയർ ശേഖരപിള്ളയുടെ മകൻ വിഷ്ണു, അവൻ ദാ അവിടെ കിടന്ന് കരയുന്നു. ഇവൻ പെൻസിൽ കൊണ്ട് കുത്തിയതാ. ഇന്ന് പെൻസിൽ കൊണ്ട് കുത്തിയവൻ നാളെ പേനാക്കത്തി എടുക്കലെന്ന് എങ്ങനെ അറിയാം? എന്താ രവി ഇത്? എന്താ മോനെ ഇങ്ങനെ? ഇന്നെന്താ പ്രശ്നം? ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ശാരദ ടീച്ചർക്ക് ഒരു വിവരമില്ല. സത്യം പറഞ്ഞ കേൾക്കൂല. എന്നാ ടീച്ചർക്ക് ഇച്ചിരി വിവരം പഠിപ്പിച്ചു കൊടുക്കായിരുന്നില്ലേ? എടാ കുട്ട, 2 വടങ്ങി എടുത്താ മോനെ ബെഞ്ചിലോട്ടിരിക്കും. സലീം ഭായി വരുന്നുണ്ട്, 2 വെറ്റില നല്ലത് നോക്കി എടുത്തേ.
വാലേക്കും സലാം. എന്താടാ കുട്ടാ? എന്തേ? വീട്ടിൽ പോയിരുന്നു. ചോദിച്ചപ്പോ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയാൽ മതിട്ടോ. മാഷോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഷോക്കടൊക്കെ ശരിക്കും ഭേദാവട്ടെ. എന്തേ? ഭായി അന്ന് ദൈവത്തെ പോലെ തക്ക സമയത്ത് വന്ന് സഹായിച്ചത് കൊണ്ട് എന്റെ മോൾ ഇപ്പോഴും ജീവനോടെ മുന്നിലുണ്ട്. പടച്ചോൺ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കടമ ഇടൂ, അത്രേ ഉള്ളൂ. സർക്കാർ ആശുപത്രിയിലെ പ്രധാന ഡോക്ടർ നമ്മുടെ സുലൈമാൻ ഹാജിയുടെ മരുമോൻ, എന്താ അവന്റെ പേര്? നമ്മുടെ നാസർ. ഓനെ ഒരുപാട് സഹായിച്ച്. പിന്നെ വേണ്ടപ്പെട്ടവരൊക്കെ പ്രാർത്ഥനയും ഒക്കെ പഠിച്ചോൻ കാത്ത്. സമാധാനമായിട്ട് പോയിക്കോട്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരി. നമസ്കാരം. നമസ്കാരം. അല്ല, സലീംബായിയുടെ കൂടെ സുഹറാമോളുണ്ടല്ല. എടാ കുട്ടാ, എന്തോ? ആ വട കുറച്ച് പോഞ്ഞെടുത്തേ. ഇട്ട് മൂടാൻ സ്വത്തുള്ളവനാണ് നമ്മുടെ ഭായി. പക്ഷെ എന്താ ഒരു വിനയം, നാട്ടുകാരോടുള്ള സ്നേഹം. മനുഷ്യരെ കണ്ടുപഠിക്കണമെങ്കിൽ സലീം ഭായിയെ കണ്ടുപഠിക്കണം. അയ്യോ അച്ഛൻ. പാപ്പാടെ കുഞ്ഞാലും കൂടി പേടിച്ച. എന്താടാ അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? ഒരു ടീച്ചറിന്റെ മോൻ. നീ എന്നെ ബസ്സിലോട്ട് കുത്തി വരണടാ. ഭായിയെ കൊല്ലാൻ ശ്രമിച്ചത് ഷായുടെ ആളുകൾ തന്നെയാണോ? ആഹാ, താൻ അതും ആലോചിച്ചോണ്ടിരിക്കുകയാണോ ഇപ്പോഴും? രാത്രി ഉറക്കമൊന്നുമില്ല എന്റെ മേനോൻ ചേട്ടാ. ഒരേ ഇരിപ്പും വിചാരമാ. ഇപ്പോഴാണെങ്കിൽ ഗോഡൌണും വീടും കൂടി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഉള്ള കടം വീട്ടാം. കച്ചവടം നിർത്തണമെന്നല്ലേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാനാ? നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാന്നാ ഇവള് പറയുന്നത്. കമലേ, നീ ഇവിടെ നിന്നോടി. നീ എങ്ങും പോകണ്ട. എന്റെ അമ്മ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളൂ. എടാ രവി, കമലേ, എന്താ അമ്മേ? വന്ന് ചോറുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ ഒരുമിച്ച് കഴിഞ്ഞ നമ്മുടെ മക്കൾ പിരിയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ സഹിക്കുന്നില്ലടോ. നീ ഇതെന്താ കാണിക്കണേ? കണ്ണു കണ്ടൂടെ? ഇനി രണ്ടുപേരും വഴക്കുണ്ടാക്കാൻ തുടങ്ങിക്കോ. അച്ഛനും അമ്മയ്ക്ക് ഇവൻ എന്ത് ചെയ്താൽ എന്താ? ഇട്ടുകൊടുക്ക് കഴുതയ്ക്ക് അടിപിടി കൂടാനുള്ള ആരോഗ്യം ഉണ്ടാവട്ടെ. നീ പോടാ മൊത്തക്കണ്ണ. നീ എന്താ വിളിച്ചേ? അയ്യോ, എന്റെ കണ്ണു നേരിട്ട് വാ, കണ്ണ് കഴുകിയ നീറ്റല് പോ. നീ ഇത്തിരി കൂടുന്നുണ്ട്. എന്താ മേന്നെ, കുട്ടികളായ ഇത്തിരി കുസൃതിയൊക്കെ വേണ്ടേ? ഇവന്റെ കുസൃതിയെന്ന് നമ്മൾ കണ്ടതല്ലേ. പിച്ചാത്തി നിവർത്തി പിടിച്ച് കഴുത്തറക്കാൻ നിൽക്കുന്നവന്റെ ഇടയിൽ കിടന്ന ഇവന്റെ കളി. മോനെ, കഴിച്ചിട്ട് പോ. അവന് വേണ്ടേ കഴിക്കണ്ട. എന്തിനാ നിർബന്ധിക്കുന്നത്?
അല്ലാ, ബാപ്പാടെ സൂറാപ്പെണ്ണ് സ്കൂളിൽ നിന്ന് വന്നാ? എന്തൊക്കെയുണ്ട് വിശേഷം? ബാപ്പയെ കണ്ട് സഹായം ചോദിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആണാ? പഠിച്ചോനെ, അതാര്? വാ കേറി വാ. ഇതാര്? രവിയ, എന്റെ പാർവതി ചേച്ചിന്റെ മോനാ. ഇങ്ങോട്ട് കേറി ഭാര്യ എന്റെ വലിയ മനസ്സിനെ. നിങ്ങളെ കാണാൻ നമ്മൾ കൊതിച്ചിരിക്കുന്നു. ഇതാണ് എന്റെ ഉമ്മ. ആ പാത്തുമ്മ, ആളെ മനസ്സിലായ എനിക്ക്? രവി, നമ്മുടെ ഹൻസരാജിന്റെ കൂടെ ജോലി ചെയ്യണ മേനന്റെ. ആ മനസ്സിലായി, അന്നാ തെരുവിൽ വെച്ച്. ആ തന്നെ, നമ്മുടെ ജീവൻ രക്ഷിച്ച പഹയനാണിത്. ആ പാത്തു, ഓനെന്തെങ്കിലും തിന്നാൻ കൊടുത്ത പലഹാരങ്ങള്? മോൻ കോഴിക്കറിയും പത്രിയും കഴിക്കോ? എനിക്ക് വേണ്ട. തിന്നും തിന്നും. ആ അപ്പൊ കഴിച്ചിട്ട് പോയാ മതി. ചെല്, മോനകത്തി തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വാ. എന്തേ? ഒരു സഹായം ചെയ്തു തരുവോ? നല്ല കാര്യം, മനുഷ്യന്മാരെ സഹായിക്കലല്ലേ നമ്മുടെ പണി. ആട്ടെ, അനക്കിപ്പോ എന്ത് സഹായം വേണ്ടത്? 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ശാരദ ടീച്ചറിനെ. ശാരദ ടീച്ചറിനെ ഒന്ന് സ്ഥലം മാറ്റി തരുവോ? അപ്പൊ ഇതാണ് കാര്യം. എന്തേ, ഇംഗ്ലീഷ് പഠിച്ചിപ്പം മടുത്താ? നമുക്ക് ശരിയാക്കി കളയാം. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ മോന്റെ ലിസ്റ്റ് സ്ഥലം മാറ്റാൻ? വേണമെങ്കിൽ ആ സ്കൂൾ തന്നെ നമ്മക്കാട് മാറ്റിക്കളയാം. പാത്തു, ആ സുഹറ, മോള് രവിക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കി. ഉമ്മ ഇപ്പൊ വരാട്ടാ. ശരി ഉമ്മ. ആ എന്റെ കുഞ്ഞു പൂച്ചേനും കുഞ്ഞുങ്ങളെയും കാണണോ? കാണണം. എന്നാ ബാ. ഇത് കണ്ടോ? ഹായ്. മ്യാവ്, മ്യാവ്. ഇല്ല ബായ്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. പടച്ചോനെ ഓർത്ത് ബായ് എന്നെ രക്ഷിക്കണം. ജി ചെയ്ത പ്രവർത്തിക്ക് എന്റെ ഉയിരാണ് എടുക്കേണ്ടത്. പക്ഷേ നമ്മളത് ചെയ്യണില്ല. നല്ല ബലമുള്ള കയ്യ്. ബായ്, ഇതൊന്നും ചെയ്യരുത്. മുബാരക് വെറുതെ അല്ല ഷാ അന്നെ എന്റെ ആരാച്ചാരാക്കിയത്. എന്റെ നെഞ്ചിന് നേരെ പൊക്കിയ കൈകൊണ്ട് ജി ചെയ്യാവുന്നത് കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞിക്കണം. നീ എനിക്ക് വേണം. ക്ഷമിക്കണം ബായ്, വേണ്ട. കമല, കമല, കമല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ തനിച്ചായി. വേർപാട് എന്നും ദുഃഖമാണ്. കുട്ടിക്കാലത്ത് എനിക്ക് ഏറെ വേദന തോന്നിയത് കമലയും അവളുടെ അച്ഛനും അമ്മയും സ്വന്തം നാടായ ഗുജറാത്തിലേക്ക് തിരിച്ചു പോയപ്പോഴായിരുന്നു. അതിന് കാരണക്കാരൻ ഗുലാബ് ചന്ദ് ഷാ ആണെന്ന അറിവ് മനസ്സിന്റെ ഏതോ ഒരു കോണിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് പോലെ. ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിലും മഴ പെയ്യില്ലേ, വെയില് വരില്ലേ? അതുപോലെ കമലയും പോയി.